അപ്പോൾ ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ ഞാനൊരു ചെറിയ കറി ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ. ഇന്ന് എല്ലാം കൂടെ കൂടി ഒരൊറ്റ കറിയാക്കാമെന്ന് വെച്ചു. 16 കൂട്ടം കറി വേണ്ടാന്ന് വെച്ചു, ഒരു കൂട്ടം കറിയാക്കി. കണ്ടോ, ബീൻസ് ഉണ്ട്, പച്ചമുളക്, ഒരു വെണ്ടയ്ക്ക കിടന്നതുണ്ട്, പടവലങ്ങ, പിന്നെ മുറ്റത്തുനിന്നൊരു കപ്പളങ്ങ പറിച്ചു, അതിൻ്റെ ഒരു പകുതി എടുത്തു കേട്ടോ. ഒരു കൊച്ചു കപ്പളങ്ങയായിരുന്നേ, അതിൻ്റെ ഒരു പകുതി. 2 ഉരുളക്കിഴങ്ങ് പിന്നെ തൊലി കളഞ്ഞ് അരിഞ്ഞ് കഴുകി വെള്ളത്തിലിട്ടേക്കുക കേട്ടോ. സവാളയുണ്ട്, തക്കാളിയുണ്ട്. ഇത്രയും സാധനങ്ങളും കൂടെ കൂട്ടി ഒരു അവിയൽ പോലെ ഒരു കറി അങ്ങ് വെക്കാമെന്ന് വെച്ചു. അവിയലാകണമെങ്കിൽ അതിനകത്ത് ചേന വേണം, ക്യാരറ്റ് വേണം, ഏത്തക്കായ വേണം, മുരിങ്ങക്കായ വേണം. ഇതൊക്കെ കൂടി ഉണ്ടെങ്കിലേ അവിയലാകുള്ളൂ. പക്ഷേ ഈ ഉള്ള സാധനം വെച്ചൊരു അവിയൽ, നമ്മൾ സാമ്പാറാണെങ്കിലും പരിപ്പും തക്കാളിയും വെണ്ടയ്ക്ക മാത്രം കൂട്ടിയൊക്കെ സാമ്പാർ ഉണ്ടാക്കൂലേ, എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു അവിയൽ ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ അച്ചാറുണ്ട്, പിന്നെ നമുക്ക് മുട്ട പൊരിക്കാം. ഇത് നേരം വിളക്കണതിന് മുമ്പ് ഇത്രയും കറി എന്തിനാന്ന് ചോദിക്കും. ഇത് നമുക്ക് പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ളതാണേ. അപ്പോൾ നമുക്കും എടുക്കാം, ഉച്ചയ്ക്ക് എടുക്കാം, വൈകുന്നേരം എടുക്കാം, പിന്നെ പൊതിച്ചോറ് കേട്ടാം. അപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തേങ്ങ ചിരണ്ടി അരപ്പുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ കിഴങ്ങ് ചേർത്തു, പിന്നെ പടവലങ്ങ, ബീൻസ്, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ കപ്പളങ്ങ ഇട്ട് കൊടുക്കാം കണ്ടോ. അത് കഴിഞ്ഞ് സവാള ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വെക്കാം. പച്ചമുളക് കൂടെ ഇട്ട് പോയി കേട്ടോ. പിന്നെ തക്കാളിക്ക ഒരെണ്ണം. ഇനി നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം. അത് കഴിഞ്ഞ് ശകലം പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വെക്കണം. എന്നിട്ടൊന്ന് ആവി കയറി ഒന്ന് വെന്ത് തിള കയറി വരുന്ന സമയത്ത് ഒന്ന് തവി കൊണ്ടൊന്ന് ഇളക്കി കൂട്ടി വെക്കണം. പിന്നെ അല്പം നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേനും അരപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ചേരുവകളും ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. ഇനി ഇതൊന്ന് ആവി കയറി വരട്ടെ. നന്നായിട്ട് ചൂടായി അവിയൽ ഈ പരുവത്തിലായി കേട്ടോ. അപ്പം അരപ്പുണ്ടാക്കിയപ്പം ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും അടുപ്പിനകത്ത് ചേർത്തു, ഒരു നുള്ളു മുളക് പൊടിയും ചേർത്തു. അതുകൊണ്ട് അല്പം കളർ കൂടിപ്പോയി. എനിക്ക് ശരിക്കും അവിയൽ മഞ്ഞ കളറിലിരിക്കുന്ന ഇഷ്ടം, ചുവന്ന കളറിൽ എനിക്ക് ഇരിക്കുന്ന ഇഷ്ടമില്ലേ. പക്ഷേ ഒരു നുള്ളു മുളക് പൊടിയും കൂടെ ചേർത്തത് കൊണ്ടാണ് പിന്നെ ഒരു ചുവപ്പ് കളർ വന്നിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. ചിലരൊക്കെ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പലരും പിന്നെ മുളക് പൊടി ചേർത്തുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പച്ചമുളക് മാത്രമേ ചേർക്കാറുള്ളൂ അവിയലിന്. ഇന്നിപ്പം അല്പം മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചേക്കുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി മൂടി വെച്ച് അല്പം കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണേ.